ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും ഇസ്രായേൽ ഇന്ന് 300-ലധികം പാലസ്തീനിയൻ തടവുകാരെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. ആ തടവുകാരിൽ 2002 തീവ്രവാദ ആക്രമണം നടത്തിയ ഒരു 33-34 ആൾക്കാരും ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു 33-34 ആൾക്കാർക്ക് ഇസ്രായേൽ ഒരു പ്രത്യേകതരം ടീഷർട്ട് ഡിസൈൻ ചെയ്ത് അവരൊരു മെസ്സേജ് ആയിട്ട് അവർക്ക് ആ ടീഷർട്ട് ഇടിയിപ്പിച്ചിട്ടാണ് അവരെ റിലീസ് ചെയ്ത് വിട്ടത്. ഈ ടീഷർട്ടിലുള്ള മെസ്സേജ് ഹമാസിനെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ച് വലിയ നല്ല കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അവർ കുറച്ച് അഗ്രസീവ് ആവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇവര് 2002 തീവ്രവാദ ആക്രമണം നടത്തിയിട്ട് ഇവര് കുറ്റസമ്മതം നടത്തി ശിക്ഷ ഏറ്റുവാങ്ങി ഇവർ ജയിലിൽ കഴിയുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ തുറന്നു വിടുമ്പോഴത്തേക്കും ഇസ്രായേലിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അത് എഴുതി അറിയിച്ചതാണ്. അതായത് വി വിൽ നെവർ ഫർഗെറ്റ് ഫർഗീവ്, ഈ ഒറ്റ വാചകമാണ് അവർ ആ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്തിരുന്നത്. അതിനോടൊപ്പം ഇസ്രായേലിന്റെ ഡേവിഡ് സ്റ്റാർ, ആ ഒരു സ്റ്റാറും കൂടെ ആ ഒരു ടീഷർട്ടിൽ ഉണ്ടായിരുന്നു. ഈ ടീഷർട്ടുകളെല്ലാം തന്നെ അവർ ഗാസയിൽ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ച് കളയുന്ന സംഭവമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനകത്ത് ഇസ്രായേൽ ഈ ഒരു വിഷയം ചെയ്യാനുള്ള കാരണം എന്താണ് അത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെസ്റ്റേൺ മീഡിയയിൽ ഒരു പാലസ്തീനിയൻ ലേഡി അവർ കൊടുക്കുന്ന ഒരു സ്പീച്ച്. അവർ പാലസ്തീനിയൻ ലേഡി എന്ന് പറഞ്ഞാൽ അത് വെറും ലേഡിയല്ല, അവർ വളരെ ആക്റ്റീവായിട്ട് പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന വ്യക്തി തന്നെയാണ് അവർ. അപ്പം ആളുമായിട്ട് ഒരു ഇന്റർവ്യൂ, അതായത് ഒരു ന്യൂസ് ചാനലിൽ ആങ്കർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ഒരു ബന്ദികളെ ഇങ്ങനെ വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാടൊക്കെ എടുത്തിരിക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള നിലയിൽ ചോദിക്കുന്നുണ്ട്. അത് എൻഡിൽ അവർ ഹ്യൂമിലിയേറ്റ് ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം വേറെ ഒന്നുമില്ല, അവരുടെ നിലപാട് തന്നെയാണ്. അവർ പറഞ്ഞത്, ഈ ബന്ദികളെ വിട്ടയക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇസ്രായേലികളോട് കാണിക്കുന്ന കൈൻഡ്നെസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, കൈൻഡ്നെസ്, ഇതാണ് അവർ ഉപയോഗിച്ചത്. ഈ ഒരു വാക്ക് കേട്ടപാടെ ഇപ്പുറത്ത് ഇരുന്ന ആ ഒരു ന്യൂസ് ആങ്കർ അവര് സ്റ്റണ്ടായി. അവർ ശരിക്കും ഞെട്ടിയിട്ട് അവർ ചോദിച്ചത്, കൈൻഡ്നെസ്? 16 മാസം ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഈ ഒരു തുരങ്കത്തിൽ അടച്ചിടുന്നതാണോ കൈൻഡ്നെസ് എന്നുള്ള രീതിയിലുള്ള മറുചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോഴത്തേക്കും ഈ ഒരു ലേഡി സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നു, ഞങ്ങൾ അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവരെ വളരെ ഡീസന്റ് ആയിട്ട് അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ള നിലയിലുള്ള ചില സപ്പോർട്ടീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെയാണ് എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ ആ സപ്പോർട്ടീവ് ആർഗ്യുമെന്റും കൂടെ ആ ഒരു ആങ്കർ ക്രാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഒരു പാലസ്തീൻ്റെ ഒരു മാപ്പ്, പിന്നെ വേറെ എന്താണ്, ഒരു പേപ്പർ ബാഗ്. ഇതാണോ ഗിഫ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ഗിഫ്റ്റാണിത്? വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരെ 16 മാസം ഏതാണ്ട് 500 ദിവസം പിടിച്ചുകൊണ്ട് ഒരു ടണലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ സ്റ്റാർവേഷൻ, പട്ടിണിക്ക് ഇട്ടിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഗിഫ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. പക്ഷെ അതിനൊരു ഉത്തരവും അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഇന്നലെ വൈറലായിരുന്നു. ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലിപ്പ് ശരിക്കും വൈറലായിരുന്നു, ഗ്ലോബലി വൈറലായിരുന്നു. ഇതിന് മുമ്പ് തന്നെ ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു വിഷയം ഇതേപോലെ വൈറലായിരുന്നു. ഓസ്ട്രേലിയയിലുള്ള കക്ഷികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവര് രണ്ടുപേരും കൂടെ ആ ഒരു ആശുപത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു ചാറ്റിംഗ് കോളിലേക്ക് പോയിട്ട് ഒരു ഇസ്രായേലിയാണ് ഇപ്പുറത്ത് ഇരുന്നത്. ഇസ്രായേലിയാണ് ഇപ്പുറത്ത് നിന്ന് അറിഞ്ഞ പാടെ രണ്ടുപേരും, ഒരു ആണും ഒരു പെണ്ണും കൂടെയാണ്, അവർ രണ്ടുപേരും ചേർന്ന് കാണിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അപമാനിക്കുകയാണ് ചെയ്തത്. അതിലുപരിയായിട്ട് അവരെ ഒരു ബന്ധവുമില്ല, അതായത് ഈ ഒരു ഗാസയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ഇസ്രായേൽ പാലസ്തീൻ വാറുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കണക്ടിവിറ്റി എന്താണ്? ഓൺലി ഐഡിയോളജി. ഈ ഐഡിയോളജി സിദ്ധാന്തം പഠിക്കുന്നതാണ്, പല ഏരിയകളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നതാണ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ് എന്തുകൊണ്ട് തീവ്രവാദ ആക്രമണങ്ങൾ പല സ്ഥലത്തും നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഓസ്ട്രേലിയയിൽ ഇപ്പൊ സംഭവിച്ച കാര്യം. ഓസ്ട്രേലിയയിൽ അവർ പറഞ്ഞത്, ഓസ്ട്രേലിയയിൽ ഒരുപാട് ജൂയിഷ് ജീവിക്കുന്ന സ്ഥലമാണ്. ഓസ്ട്രേലിയയിൽ അവർ ആ ആശുപത്രിയിൽ നിന്ന് ആ ഒരു 2 നേഴ്സ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആ സ്റ്റാഫുകൾ പറഞ്ഞത്, ജൂതൻ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചികിത്സിക്കില്ല, നമ്പർ 1. രണ്ടാമത്, മാക്സിമം ഞങ്ങളൊരു പോസിബിലിറ്റി നോക്കും അവനെ ഇല്ലാതാക്കാൻ, വധിക്കാൻ. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് അവർ മൂന്നാമത് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് ജൂസിനെ ഇവിടെ വധിച്ചിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് അവർ പറഞ്ഞത്. ഇതാണ് ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് പാർലമെന്റിൽ എടുത്ത് സംസാരിക്കുകയാണ് ചെയ്ത ഈ ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഓസ്ട്രേലിയയിലുള്ള ഈ രീതിയിലുള്ള മുസ്ലിം നെയിമിലുള്ള കംപ്ലീറ്റ് സ്റ്റാഫുകളെയും ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പുറകിൽ ഇപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വെരിഫൈ ചെയ്യാണ്.
ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതേ മുസ്ലിം ആയിട്ടുള്ള ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാനുള്ള സാധ്യത, ഓസ്ട്രേലിയ മാത്രമല്ല ഗ്ലോബലി ഇത് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് ചെറിയ ചെറിയ ഇമോഷണൽ ഫ്രീക്ക് കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇവരുടെ ചെറിയ ഐഡിയോളജി, ഇവരുടെ ചെറിയ മൈൻഡ് സെറ്റ്, വിശാലമായ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതായത് ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, പല തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ഒരു സൊസൈറ്റിക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കുന്ന ഈ ഒരു ഐഡിയോളജി തന്നെയാണ് ഇതിന്റെ കാരണം. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇന്നിപ്പോ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നെതന്യാഹു എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ബന്ദികളെ നിങ്ങൾ വിട്ടുതന്നു, വളരെ നല്ല കാര്യം, വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. പക്ഷെ അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ഗാസ സ്ട്രിപ്പിനുള്ളിലാണ്. ഇന്നലെ ഗാസയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു റോക്കറ്റ് പൊന്തി, ഗാസയ്ക്കുള്ളിൽ തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്ത്, എന്നിട്ട് അവിടെ ഒരു വ്യക്തി മരിക്കുകയും ചെയ്തു. ഇത് ഹമാസിന്റെ വേലയാണ്. ഹമാസ് റോക്കറ്റ് ലോഞ്ചിങ് ചെക്ക് ചെയ്തതാണെന്നാണ് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ പറഞ്ഞല്ലോ ശനിയാഴ്ച ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞല്ലോ ശനിയാഴ്ച 12 o'clock വരെയാണ് നിങ്ങൾക്ക് ടൈം, അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ഫോർ ദ ബാറ്റിൽ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. അപ്പൊ അഥവാ ഇനി ബാറ്റിൽ നടക്കുന്നെങ്കിൽ റോക്കറ്റ് വിടണമല്ലോ, അതിന്റെ പരീക്ഷണം നടത്തിയതാണ്. ആ പരീക്ഷണമാണ് ഗാസയിൽ നിന്ന് പൊന്തിയ റോക്കറ്റ് ഗാസയ്ക്കുള്ളിൽ തന്നെ വീണ് ഒരു പാലസ്തീനി തന്നെ മരിച്ചിരിക്കുന്നത്. മറച്ചു വെക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇതൊരു സാറ്റലൈറ്റ് റഡാർ ഇമേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ഈ ഒരു ഡീറ്റെയിൽ പുറത്തു വന്നത്. ഇമാതിരിയുള്ള കോമഡികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ ഇന്നലെ IDF സോൾജേഴ്സ് ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ആ എയർ സ്ട്രൈക്ക് ഒരു വീടിന്റെ മുകളിലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ടെറർ സ്പോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു അറ്റാക്ക് നടത്തിയത്. അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടാണ് അറ്റാക്ക് നടത്തിയത്. ഇത് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള വാദമാണെങ്കിൽ UN പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി സദൻ ലെബനാൻ ഭാഗത്തായാലും ലെബനാന്റെ ഉള്ളിൽ ഇനി ഈ സീസ് ഫയർ ലംഘനം നടത്താൻ പാടില്ല എന്നുള്ള നിലയിലുള്ള വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. UN എനിക്ക് പറയാനുള്ളത്, ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്ന ആക്രമണങ്ങൾക്കൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഒരു കമാന്നൊരു അക്ഷരം മിണ്ടാൻ എവിടെയും കാണുന്നില്ല. ഒരു സ്ഥലത്തും ഈ ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിനെ ചൊല്ലി അവരെ ഒരു രീതിയിലും ഗണ്ണിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. ഒരു സെന്റൻസ് പോലും കാണാനില്ല എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സംഭവം വേറെ ഒന്നുമല്ല, ഇസ്രായേലിന് സെൽഫായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് ഇവർ തന്നെ ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അഥവാ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന കുറെ ആൾക്കാർ ഈ ഒരു UN ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇങ്ങനെ പാർഷ്യലി സ്റ്റേറ്റ്മെന്റ് വിടേണ്ട കാര്യമില്ലല്ലോ. ഒരു സീസ് ഫയർ അവിടെ ഉണ്ട്, ആ സീസ് ഫയറിൽ കണ്ടീഷൻ ഉണ്ട്. ഇസ്രായേലിന് ഡേഞ്ചർ ആയിട്ട് വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു കണ്ടീഷൻ ആ ഒരു സീസ് ഫയറിന്റെ എഗ്രിമെന്റിൽ ഉണ്ട് എന്നുള്ളത് ഇവർ മറന്നിട്ടാണ് ഇങ്ങനെ പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത്. UN ആയിക്കോട്ടെ, അതേപോലെ ഫ്രാൻസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സീസ് ഫയർ 18-ാം തീയതി, ഫെബ്രുവരി 18-ാം തീയതി ഒബേ ചെയ്ത് IDF സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് പിൻവാങ്ങണം എന്നുള്ള രീതിയിലുള്ള റിമൈൻഡറുമായിട്ട് ഫ്രാൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്, ഫ്രാൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇസ്രായേലിന് IDF ആർമി ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ചില പ്രോട്ടോകോൾ ഉണ്ട്. ഞങ്ങളാണല്ലോ യുദ്ധം നടത്തുന്നത്, യുദ്ധത്തിൽ ബന്ധപ്പെട്ട ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്ത് അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്ന മുറയ്ക്ക് ഞങ്ങൾ പിന്നോട്ട് വലിയും. എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ സീസ് ഫയർ ഡീലിൽ പറഞ്ഞിരിക്കുന്ന ഒരു 5 പോയിന്റുകളുണ്ട്, ചെക്ക് പോയിന്റുകൾ. ആ ചെക്ക് പോയിന്റുകളിൽ ഞങ്ങളുടെ IDFന്റെ സെക്യൂരിറ്റി ഓഫീസ് ചെക്ക് പോയിന്റുകളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കും. അപ്പൊ ഇതൊക്കെ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഇടയ്ക്ക് വന്നിട്ട് മൊത്തത്തിൽ IDF പിൻവലിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാകുന്നില്ല എന്നുള്ള നിലയിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ അടുത്ത്. ഫ്രാൻസ് ഇത്തിരി സമാധാനത്തിലിരിക്കുക, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹമാസ് ഈ രീതിയിൽ ഹമാസിന്റെ ഉള്ളിൽ പ്രഷറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിൽ വേറൊരു വശം നമ്മൾ നോക്കേണ്ടതുണ്ട്. വെസ്റ്റ് ബാങ്ക് ഓൾമോസ്റ്റ് അനക്സേഷൻ കംപ്ലീറ്റ് ആയ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ തൂത്തുപറക്കി വൃത്തിയാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിന്നും ഡിസ്പ്ലേസ് ആയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതിലുപരിയായിട്ട് പുതിയ സെറ്റിൽമെന്റുകൾ രൂപപ്പെട്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. ഈ ക്ലീൻ ചെയ്തതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ക്ലീൻ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ സെറ്റിൽമെന്റുകൾ, പുതിയ ഷെൽട്ടറുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ സെറ്റിൽമെന്റുകാരെ നോക്കുന്ന രീതിയിലുള്ള ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട് അവിടെ. അപ്പൊ ആ ഒരു മിനിസ്ട്രിയിൽപ്പെട്ട ആൾക്കാർ ഈ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് ടെന്റൊക്കെ അടിക്കും. ടെന്റ് ഒരു താൽക്കാലിക ഷെൽട്ടർ ഒക്കെയാണ് അവിടെ സ്ഥാപിക്കുന്നത്. അവിടെ സ്ഥാപിച്ച് ഇസ്രായേലിന്റെ ഫ്ലാഗ് അവിടെ ഇടും. അതിനെ ചുറ്റിപ്പറ്റി ഇസ്രായേലിന്റെ പോസ്റ്റ്, ഈ മിലിറ്ററി പോസ്റ്റ് ഒക്കെ ഉണ്ടാവും സെക്യൂരിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള പോസ്റ്റുകളും ആ രീതിയിലുള്ള മിലിറ്ററി ചെക്ക് പോയിന്റുകളും അതുപോലെ പുതിയ ഷെൽട്ടറുകളും വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പരിധിവരെ അനക്സേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിലയിരുത്തലാണ് പൊതുവിൽ വരുന്നത്. ട്രംപ് പറഞ്ഞത് ജീവനോടിരിക്കുന്ന മൊത്ത ബന്ദികളെയും വിട്ടുതരാനാണ് പറഞ്ഞത്. അപ്പം നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, US നിരുപാധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു വാക്ക് മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഞങ്ങൾ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും ഒരു 14 പേരെ വിട്ട് കിട്ടാനുണ്ട്. ആ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു 14 ആൾക്കാരെയും കൂടെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്ന അറിയത്തില്ല. ഇനി
ഇനി എനിക്ക് തോന്നുന്നത് ഒരു 5-6 പേര് ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ ജീവനോടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനിപ്പം പൂർണ്ണമായ വിവരങ്ങൾ ഇനി പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഹമാസ് എപ്പോഴും ഇങ്ങനെ കുറച്ച് തന്ത്രപരമായി നീങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഈ ഒരു ബന്ദികളെ കൂടുതൽ റിവീൽ ചെയ്യാണ്ട്, ജീവനോടെയുള്ള ബന്ദികളെ കുറിച്ച് റിവീൽ ചെയ്യാണ്ട് വെച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് 3 ബന്ദികളെയാണ് റിലീസ് ചെയ്തത്. റിലീസ് ചെയ്തത് തന്നെ ഇത്രമാത്രം ക്രൗഡോട് കൂടി തന്നെയാണ് റിലീസ് ചെയ്തത്. അവർ സ്റ്റേജ് ഇട്ടിരുന്നതിന്റെ ആ ഒരു ബാനർ, സ്റ്റേജിന്റെ പുറകിലെ ബാനർ സെറ്റ് ചെയ്തത് ഹമാസിന്റെ എന്താണോ ഹമാസിന്റെ ലക്ഷ്യബോധം, ഹമാസ് എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത്, അത് വളരെ വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഒന്ന്, ട്രംപിനെതിരെ 2-3 കമന്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗാസയിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, ഒരു ജനങ്ങളെ മാറ്റി പാർപ്പിക്കൽ. അപ്പൊ അതിനെതിരെ 2-3 സ്ലോഗൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നിലപാട് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും അവരതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ നോ മൈഗ്രേഷൻ എക്സെപ്റ്റ് ടു ജെറുസലേം എന്നുള്ള ഒരു കോട്ടിങ്. കാരണം അവർ ഖുദ്സ് ജെറുസലേമിന് വേണ്ടിയിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. അല്ലാതെ ഗാസയിൽ നിന്നും ഡിസ്പ്ലേസ് ആവില്ല, അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർ ഹമാസെ അവിടെ നിന്ന് പുറത്താക്കിയാലും ഹമാസ് ജെറുസലേമിന് വേണ്ടിയിട്ട് പൊരുതും എന്നുള്ളതാണ് അവർ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായാലോ എന്താണ്? ടെമ്പിൾ മൗണ്ട്, ജെറുസലേം, ഈ ഒരു ഖുദ്സ് മോസ്ക്, അക്സ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സെൻട്രൽ ഫോക്കസ് ആയിട്ട് കൊണ്ടുവരുന്നത് ഹമാസ്. കാരണം ഹമാസിന് വ്യക്തമായിട്ട് അറിയാം എന്ത് പറഞ്ഞാലാണ് അറബ് ലോകം അഥവാ ഈ ഇസ്ലാമിക് വേൾഡ് അവരുടെ കൂടെ പിന്തുണച്ച് നിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ടാക്ടിക്സ് ആയിട്ടുള്ള വേർഡിങ്സ് ആണ് അവർ അതിനകത്ത് എടുത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓ ജെറുസലേം വി ആർ യുവർ ഫൈറ്റേഴ്സ്, ഓ ജെറുസലേം വി ആർ യുവർ ഫൈറ്റേഴ്സ്. ഇതും അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നത്, നടുഭാഗത്ത് തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം ജെറുസലേമിന് വേണ്ടി പൊരുതി കഴിഞ്ഞാൽ പുണ്യം കിട്ടും. അപ്പൊ അത് ഹമാസിന് മാത്രം കിട്ടണോ, ലോകമെമ്പാടുമുള്ള പല മുസ്ലിംസിനും കിട്ടണോ എന്നുള്ളത് പലരും അവർ സ്വന്തമായിട്ട് തീരുമാനിച്ചാൽ മതി. ഈ ഐഡിയോളജി പഠിച്ച ആൾക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവർ സ്വമേധയായിട്ട് ജെറുസലേമിലേക്ക് വന്നോളും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വിളിക്കുകയാണ്. റെഡ് ക്രോസ് ഹമാസിനെ വാൺ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു പ്രകടനം, ഈ ബന്ദികളെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കാണിക്കുന്ന ഒരു ആഘോഷം, ഒരു ആവേശം, നിങ്ങൾ കാണിക്കുന്ന ആയുധങ്ങൾ, നിങ്ങളുടെ ആയുധങ്ങളെല്ലാം നിങ്ങൾ എക്സ്പോസ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതായത് ഈ ഒരു റെഡ് ക്രോസിൽപ്പെട്ട റെപ്രസെന്റേറ്റീവിന് തന്നെ അവിടെ പോയി ഈ ഒരു ബന്ദിയെ മേടിച്ചുകൊണ്ട് വരാനുള്ള ഒരു പേടി, അവർക്ക് തന്നെ ഒരു ഫിയർ ആണെന്നാണ് പറയുന്നത്. കാരണം ആ തീവ്രവാദ ഒരു അന്തരീക്ഷം, ആ രീതിയിൽ അവരുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് പോലും പേടി ഉണ്ടാകുന്ന രൂപത്തിലാണ് അവരുടെ പെരുമാറ്റം. അതാണ് റെഡ് ക്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പുറത്തുനിന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കാരണം യുവമാരെന്ന് പറഞ്ഞാൽ ഈ തോക്കൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിന്റെ ഇടയിലൊക്കെ യുവമാരുടെ മുട്ടിന്റെ അത്രയും മാത്രം പൊക്കമുള്ള കൊച്ചു ചെറുക്കന്മാര്, കൊച്ചു പിള്ളേര്, ഇവരിങ്ങനെ യുവമാരുടെ കാലിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, നിരന്ന് നിൽക്കുകയാണ്. പല ഇമേജുകളും പല ഫൂട്ടേജസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കൊച്ചു കുട്ടികള് യുവമാരുടെ ഈ ഒരു തോക്കും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗത്തിന്റെ എല്ലാ പിക്ചറിലും കാണാൻ കഴിയും. കുട്ടികളെ ഏത് രീതിയിലാണ് യുവമാരെ ആക്കി കൊണ്ടുവരുന്നത്, ഏത് മാനസികാവസ്ഥയിലാണ്, സൈക്കോളജിക്കൽ ഒരു ടാക്ടിക്സ് ആണ് യൂസ് ചെയ്ത് ഈ കുട്ടികളെ ഈ ഒരു തോക്കുമായിട്ട് അത്ര സുപരിചിതമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു മേഖലയായിട്ട് അവരാക്കി തീർത്തിരിക്കുകയാണ് ഈ ഒരു ഗാസ സ്ട്രിപ്പ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.